ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി സൺഡേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത്, ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കണ്ട എല്ലാവരും തിരുച്ചെന്തൂരാണ്. ഇന്ന് ഞാൻ ഈ വിശേഷപ്പെട്ട അമ്പലത്തിൽ വന്നു. മുമ്പൊരിക്കൽ ഞാൻ വന്നിട്ടുണ്ട്, അത് 10-25 കൊല്ലത്തിന് മുൻപാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് വരാൻ ഭഗവാന്റെ എനിക്ക് കിട്ടി. എന്തായാലും എനിക്ക് വരാനുള്ള ഒരു യോഗം വന്നു. അങ്ങനെ കാണിക്കാം. അമ്പലത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ വന്നവരെല്ലാം വരാനുണ്ട്, അതുകൊണ്ട് ഞങ്ങളിതിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇനി വന്നു, അവരൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ ഇതാണ് അമ്പലം. ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നവരുടെ തിരക്കാണ്. ഇതിൻ്റെ മുമ്പിലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇഷ്ടം പോലെ പൂക്കളെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. മുല്ലപ്പൂവ്, അരളിപ്പൂവ്, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്, പൂക്കൾ. ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ റോഡെന്ന് പറയുന്നത് ഭയങ്കര തിരക്കേറിയ റോഡാണ്, ഒരു രക്ഷയില്ല. ഇതിനകത്തേക്ക് വണ്ടി കടത്തി വിടത്തില്ല. വെളിയിലിറങ്ങിയിട്ട് നമ്മളകത്തോട്ട് കടന്നു വരണം. പൊരി കൊള്ളുന്ന വെയിലെന്ന് പറയത്തില്ല, അതാണ് ഇവിടെ കാണുന്നത്. പൂവ് പലതരത്തിലുണ്ട്. മുല്ലപ്പൂവാണ് കൂടുതലും ഉള്ളത്. കണ്ട എന്ത് രസമാണെന്ന് നോക്കിയാണ്. എനിക്ക് മുടി കുറവായതുകൊണ്ടാണ് ഞാൻ ഈ മുല്ലപ്പൂ മേടിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചത് തലയിൽ വെച്ചേനെ വരുന്നത്. എത്ര പൂവിന് എത്ര വില? എത്ര? രുദ്രാക്ഷ മാലകൾ ഇതിൻ്റെ മുമ്പിൽ വിൽക്കുന്നുണ്ട്. കണ്ട കിടില മാലകളാണ് ഇരിക്കുന്നതെല്ലാം. രസമാണ്. കണ്ട ഏത് വേണമെങ്കിലും നമുക്ക് നോക്കാം. അവരെല്ലാം നല്ല സഹകരണം എല്ലാം നമുക്കിവിടെ കാണിച്ചു. ലേഡീസിനൊക്കെ നല്ല ദേഷ്യമുണ്ട്. നമ്മൾ പൂ വാങ്ങിക്കണം. അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ മാത്രം എടുത്തിട്ട് പോകുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഇതാണ് അമ്പലം, ഫുള്ളും കാണിക്കാം. കണ്ട അതിൻ്റെ താഴോട്ട് വിശാലമായിട്ട് ഈ വെള്ളം കിടക്കുന്ന പോലെ തോന്നുന്നത്, പക്ഷേ ഇവിടെ ഒന്നുമില്ല. ഒരു തമിഴ്നാട്ടിലെല്ലാം കാണുന്ന കുറ്റിച്ചെടികൾ കുറേ എണ്ണം വളർന്ന് നിൽക്കുന്നുണ്ട്. വേറൊരു സംഭവമുണ്ട്, എരിക്കിൻ്റെ നമ്മുടെ ശിവഭഗവാന്റെ ആ ഇഷ്ടമുള്ള പൂവ് ഇവിടെ താഴെ ഇഷ്ടം പോലെ പിടിച്ച് കിടക്കുന്നുണ്ട്. കണ്ട എല്ലാ കൂട്ടുകാരും കണ്ട. അമ്പലത്തിനകത്ത് ഞാൻ കയറിയില്ല, എല്ലാവരും ഇപ്പോൾ വരുത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പോയാൽ പിന്നെ എല്ലാവരും പല വഴിക്കാവും. അതുകൊണ്ടാണ് പൊരി വെയിലാണ് ഇതിനകത്ത്. ഇവിടെ എല്ലാം പൊരി വെയിലാണ്. ഞാൻ ഇവിടെ നിന്ന് കുടയും പിടിക്കാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ കുടയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും തിരുച്ചെന്തൂർ അമ്പലം കാണുക. ഞാൻ എത്രയെങ്കിലും വർഷമായി ഇവിടെ വന്നിട്ട്, 25 കൊല്ലത്തിന് മുമ്പെങ്കിലും ഇവിടെ വന്നത്. അതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. എല്ലാം പുതിയതായിട്ട് ആണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ആദ്യം കാണുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇന്ന് ഇടുന്നത് കാണണം. വളരെ പ്രധാനപ്പെട്ട അമ്പലം, എല്ലാവരും കാണുക. എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ അമ്പലം കാണാൻ വരിക. ഇതിൻ്റെ തിരക്ക് കണ്ട, ഇവിടെ ഒരുപാട് തിരക്കാണ്. കണ്ട ഇതിൻ്റെ കൊത്തുപണികളാണ് ഏറ്റവും നല്ല ഫേമസ്. കണ്ട ഇത് രസമാണെന്ന് നോക്കിയാണ്. പഴയ അമ്പലമാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് മേ ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞ് ഇവിടെ കൗണ്ടറുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ചോദിക്കാം. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററും ഉണ്ട്, അവിടെയും നമുക്ക് ചോദിക്കാം. അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് നിൽക്കുന്ന ഒരു കിടിലം ഒരു മരമാണ്. നല്ല പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഏതാണെന്ന് ഞാൻ കാണിക്കാം. കണ്ട കിടിലം പൂവാണ്. മന്ദാര ചെടിയായിട്ടാണ് കാണുന്നത്. മന്ദാരം, നമ്മുടെ നാട്ടിലൊക്കെ മന്ദാരമാണ്. അതിനകത്ത് വെള്ളപ്പൂക്കളായിരിക്കും. ഇതിനകത്ത് ഒരു വയലറ്റ് 4 മണി പൂവിൻ്റെ കളറിലെ ഒരു പൂവാണ് ഈ വളർന്ന് നിൽക്കുന്നത്. തിരുച്ചെന്തൂർ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇതാണ്. മുരുക ഭഗവാൻ ശൂരപത്മൻ എന്ന അസുരനെ വധിച്ചതിൻ്റെ കഥയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഐതിഹ്യം.
അതിനുശേഷം മുരുക ഭഗവാൻ ശിവഭഗവാനെ പൂജിക്കാൻ വേണ്ടി ദേവശില്പിയായ മയൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന് 2000 വർഷത്തെ പഴക്കമുണ്ട്. അറുപടൈ വീടുകൾ എന്ന് പറയപ്പെടുന്ന 6 ക്ഷേത്രങ്ങളുണ്ട്. തിരുപ്പറംകുன்றம், തിരുച്ചെന്തൂർ, പളനി, സ്വാമിമലൈ, തിരുത്തണി, പഴമുതിർ ചോല എന്നിവയാണ് ഈ 6 ഇടൈ വീടുകൾ എന്ന് പറയുന്നത്. ഇതിലെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ. ഇതാണ് ഇതിൻ്റെ ഒരു കഥ. 6 പടൈ വീടുകളിൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ല. അപ്പോൾ ടാറ്റ.